ജനീറ്റ ഫ്രം അടൂർ. ഇവർ കുടുംബമായി 2019 മുതൽ എലോഹിമിൽ ആരാധനയുമായി ചേർന്ന് നിൽക്കുന്നു. മകൾക്ക് 2019 തൈറോയ്ഡ് സംബന്ധമായി ഒരു ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. ആ സമയത്തെല്ലാം പാസ്റ്ററെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ വളരെ ഭംഗിയായി നടന്നു. എന്നാൽ ഡോക്ടേഴ്സ് ക്യാൻസർ ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2020 വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പറയാമെന്ന് പാസ്റ്റർ പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായി ഓപ്പറേഷൻ ചെയ്തു, ഒരു കുഴപ്പവും വരില്ല എന്ന്. അതിനുശേഷം ഓപ്പറേഷൻ നടന്നു. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. 2025 മെയ്യിൽ വീണ്ടും അതിൻ്റെതായ ചില സിംറ്റംസ് കാണപ്പെട്ടു. എന്നാൽ പാസ്റ്ററെ കണ്ടു പ്രാർത്ഥിച്ച് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എല്ലാ ടെസ്റ്റും 20 ടെസ്റ്റുകൾ അത് ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പവും കണ്ടില്ല. പ്രാർത്ഥിച്ച അഭിഷേകത്തിനോടും സഭയോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവത്തോടും പാസ്റ്ററോടും ചേർച്ചിനോടും ഞാൻ നന്ദി പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. പറഞ്ഞതുപോലെ 2019 എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡയഗ്നോസിസ് കിട്ടുന്നത്. എൻ്റെ അപ്പ പറഞ്ഞ് ഞങ്ങൾ ആദ്യമായി നാട്ടിലെ ഈ ചേർച്ചിൽ വരികയും പാസ്റ്ററെ കാണുകയും പാസ്റ്റർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം മടങ്ങിപ്പോയി എൻ്റെ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. എൻ്റെ ഒരു നെർവ് പാരലൈസായി. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം ദൈവം എനിക്ക് തന്ന ശബ്ദമാണ്. അതിനുശേഷം 2020 ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നുകൂടെ ഒരു സർജറി വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ചെങ്കടൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്നപ്പോഴാണ് ഞങ്ങൾ പാസ്റ്ററെ വിളിക്കാനുള്ളത്. പാസ്റ്റർ ഫോൺ എടുക്കാറില്ല സാധാരണ, പക്ഷെ അന്ന് പാസ്റ്റർ ഫോൺ എടുത്തു. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അന്ന് ഞങ്ങൾ ചേർച്ചിലെ മെമ്പർ പോലും അല്ല. പാസ്റ്റർ പറഞ്ഞു ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് മണിക്കൂറോ ദിവസങ്ങൾക്ക് ശേഷം പാസ്റ്ററെ വിളിച്ചപ്പോൾ കിട്ടി. പാസ്റ്റർ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകാതെ ദൈവത്തിൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞു. അത് കേട്ട 2ാമത്തെ സർജറി ഞങ്ങൾ ചെയ്തു. അതിനുശേഷം ദൈവം എനിക്ക് ആ ക്യാൻസർ എന്നുള്ളൊരു കാര്യത്തിൽ ദൈവം എനിക്ക് പൂർണ്ണ ഹീലിംഗ് തന്നു. പക്ഷേ എൻ്റെ സെൽ കൗണ്ടുകൾ കുറവായിരുന്നു. ഞാൻ സെക്കൻഡ് സർജറി പറ്റി ഒരു കാര്യത്തോട് ദൈവത്തെ മാത്രപ്പെടുത്താൻ എനിക്ക് പറയണം. ദൈവം എനിക്ക് അന്നൊരു തോട്ടായിരുന്നു. യോർദാൻ റിവർ കടക്കുമ്പോൾ പ്രീസ്റ്റ് പെട്ടകം ചുമന്നുകൊണ്ടാണ് കയറുന്നത്. അപ്പം നമ്മളാണ് ദൈവത്തിൻ്റെ പ്രീസ്റ്റ്. നമ്മുടെ മേളിൽ നിൽക്കുന്ന പെട്ടകം ദൈവത്തിൻ്റെ അനോയിന്റിംഗാണ്. അത് ചവിട്ടി നിങ്ങൾ എവിടെ കയറുന്നോ അത് പിളരും, അത് ഡിവൈഡ് ആവും. എന്നിട്ട് അത് ഡിവൈഡായി നിങ്ങൾ അവിടെ നിൽക്കാൻ മാത്രമല്ല 12 സ്റ്റോൺസ് ദൈവം അവിടെ നിന്ന് എണീപ്പിക്കുന്നത് അത് നിങ്ങൾ സാക്ഷ്യമായിട്ട് നടക്കാനാണ്. നിങ്ങളുടെ പുറകെ വരുന്ന എല്ലാവരും ആ സാക്ഷ്യം കാണും. അതായിരുന്നു ദൈവം എനിക്കെൻ്റെ സെക്കൻഡ് സർജറി തന്നതിൻ്റെ ടെസ്റ്റ് മണി. അതിനുശേഷം ഈ വർഷം എനിക്കെൻ്റെ ബ്ലഡ് കൗണ്ട് കുറച്ച് കുറവായിരുന്നു. എൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സെല്ലുണ്ട്. നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. അതെനിക്ക് നല്ല കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ ഹംഗറി ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് എനിക്ക് ബോൺ മാരോ ബയോപ്സി ചെയ്തു. ഈ ബയോപ്സി ചെയ്യുന്നത് ബോണിൽ കുത്തിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ജനീറ്റ, നിൻ്റെ ഡയഗ്നോസിസിൻ്റെ പേര് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം. ഇത് സാധാരണ 60 വയസ്സ് കൂടുതലുള്ള ആൾക്കാർക്കാണ് വരുന്നത്. ചെറുപ്പക്കാർക്ക് വരുന്ന ഭയങ്കര കുറവാണ്. ഇതൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ ക്യാൻസറിന് മുമ്പ് വരുന്നൊരു സിറ്റുവേഷനാണ്. ഇത് കൂടിയാൽ ലുക്കേമിയ ബ്ലഡ് ക്യാൻസറായി മാറാം. ഞാൻ എൻ്റെ 5ാമത്തെ വർഷം ഞാൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാന്ന് അപ്പോഴേ എനിക്കിത് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കേട്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ദൈവമേ നീ എന്ത് തരുന്നോ ഞാൻ അത് വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ദൈവം എനിക്ക് പലരിലൂടെ എനിക്ക് ദൈവം ഇങ്ങനെ പറഞ്ഞു, ബൈബിളിൽ ഒരിക്കൽ പോലും നമ്മളോട് പറയുന്നില്ല നീ വയ്യാതിരിക്കുന്നത്. പക്ഷെ യഹോവ റാഫയാണെന്ന് പറയുന്നുണ്ട്, യഹോവ നിനക്ക് സൗഖ്യം തരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പാപ്പയും അമ്മയും അച്ഛനും പാസ്റ്റർ വന്ന് കണ്ടു. പാസ്റ്റർ എപ്പോൾ കണ്ടാലും എന്നെ വീഡിയോ കോളിൽ വിളിക്കും. അപ്പോൾ വിളിച്ചെനിക്കൊണ്ട് പാസ്റ്റർ പറഞ്ഞു മോളെ നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ചർച്ച നിനക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്കൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ റിസൾട്ടും ഉണ്ട്. അപ്പോൾ കർത്താവ് എനിക്ക് അന്ന് തന്നൊരു വാക്യമാണ് പുഷ്ടി നിമിത്തം യുഗം ഒടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇനിയും ഇത് അക്സെപ്റ്റ് ചെയ്യുകയല്ല, പകരം ഞാൻ എൻ്റെ ബോഡിയോട് സംസാരിക്കാം, നീ ഹീലാകും. ബിക്കോസ് ദൈവം ഹീലറാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് കണ്ട മിശ്രീമെ ഞാൻ ഒരു നാളും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ആദ്യം ബാംഗ്ലൂർ പോയി, പിന്നെ മുംബൈ പോയപ്പോഴാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതായത്. അതിന് മുമ്പേ പാസ്റ്റർ ഞാൻ വീഡിയോ കോൾ ചെയ്തു.
പാസ്റ്റർ മോളെ നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് ചെയ്തത് നോർമലായിരിക്കും എന്ന് പറഞ്ഞു. ആ വിശ്വാസത്തോടെ ഞാനും എൻ്റെ അച്ഛനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഒരു ബോൺമാരോ ബയോപ്സി വീണ്ടും ചെയ്തു. നല്ല വേദനയായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ ഇരുന്നപ്പോഴൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവം നീ എന്തിനാ ഇതെന്നാ എന്നെ കടത്തി വിടുന്നത്, ഇത് ഭയങ്കര അങ്ങ് വേദനയാണ് എനിക്ക്. പക്ഷെ ദൈവകൃപയാൽ 2-ാം തീയതി ജാനുവരി എനിക്കിന് റിസൾട്ട് വന്നു. അത് ഫുൾ നോർമലാണ്. എൻ്റെ എല്ലാ ബ്ലഡ് കൗണ്ടും നോർമലാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞു എല്ലാ മാസവും നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ബിക്കോസ് അറിയണമല്ലോ ക്യാൻസർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവിടുന്ന് എൻ്റെ എല്ലാ സെൽ ലൈൻസും ദൈവം നോർമലാക്കി തന്നു. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഇതിനിടയ്ക്ക് എടുത്തിട്ടില്ല. എല്ലാ മഹത്വം ദൈവത്തിന് മാത്രം. നിങ്ങൾ കേട്ടില്ലേ, ഇന്ന് ജെനിറ്റ സംസാരിക്കുന്നത് ദൈവം കൊടുത്ത ശബ്ദം. അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ സാക്ഷ്യം.